ജി വി ഹരി, ഇതൊരു ട്രസ്റ്റാണ്, ട്രസ്റ്റിന്റെ കീഴിലാണ്. പക്ഷെ ആ ട്രസ്റ്റിന്റെ തലപ്പത്ത് മുതൽ ഇങ്ങേ അറ്റത്ത് വരെ ഇരിക്കുന്നവര് RSS പശ്ചാത്തലമുള്ളവരാണ് എന്നുള്ളത് ഇവിടെ സൗകര്യപൂർവ്വം പറയാതിരിക്കുകയോ മറക്കുകയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആരൊക്കെയാണോ കൊള്ള നടത്തിയത് അത് ഏറ്റവും അവസാനത്തെ ആളിലേക്ക് വരുന്നത് വരെ, ആ ആളെയും കണ്ടെത്തുന്നത് വരെ മിണ്ടാതിരിക്കാം, അതിനുശേഷം മാത്രം പ്രതികരണം മതി എന്നൊരു നിലപാട് ഇതിൽ സ്വീകരിക്കേണ്ടതുണ്ടോ? അതിന്റെ ആവശ്യം എന്താണ്? നോക്കൂ അസിത, ഇത് വളരെ അധികം ഞെട്ടിക്കുന്ന വാർത്തകളാണ്. രാജ്യത്തെ മുഴുവൻ രാമഭക്തന്മാർക്കും വിഷമമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ സുപ്രീം കോടതിയുടെ വിധി പ്രകാരം 2020 ഫെബ്രുവരി മാസം 5-ാം തീയതി പ്രധാനമന്ത്രി രൂപീകരിച്ച, അടിവരയിട്ട് ഞാൻ പറയട്ടെ, രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി രൂപീകരിച്ച ട്രസ്റ്റാണ് ഈ ശ്രീരാമ ക്ഷേത്ര തീർത്ഥ ട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ഷേത്ര ട്രസ്റ്റിനകത്ത് താങ്കൾ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ ഇതിനകത്ത് മുഴുവൻ വച്ചിരിക്കുന്നത് BJPയുടെ അല്ലെങ്കിൽ BJPയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. ഇതിൻ്റെ നിർമ്മാണ ചുമതല ഏൽപ്പിച്ചിരുന്നത് ശ്രീ നരേന്ദ്രമോദിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായാണ്. അതോടൊപ്പം തന്നെ ചമ്പത് റായ് എന്ന് പറയുന്ന ഇതിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് BJPയുമായി ബന്ധപ്പെട്ട RSSുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ആളുകളാണ്. അപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ വളരെ ചെറിയ വിവരങ്ങളാണ് ഇതൊക്കെ. 200 കോടി മുതൽ 1400 കോടി രൂപയുടെ തട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ ആ പണം മുഴുവൻ കൊണ്ടുപോയിരിക്കുന്നു. അതിന് വേണ്ടുന്നുള്ള സഹായങ്ങൾ ഇതിനകത്ത് പ്രവർത്തിച്ചിരിക്കുന്ന ആളുകൾ ചെയ്തിരിക്കുന്നു. ഏകദേശം വെറും 14,500 രൂപ മാസശമ്പളത്തിൽ കോൺട്രാക്ട് വ്യവസ്ഥയിൽ നിയമിച്ചിരിക്കുന്ന ആളുകൾ ഇന്ന് കോടീശ്വരന്മാരാണ്. അതിനുള്ള തെളിവുകളടക്കം SITക്ക് 3-അംഗ സംഘ SITയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നതായിട്ട് വാർത്തകൾ എല്ലാ ചാനലുകളും റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ശ്രീ RV ബാബു വളരെ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹം പറയുന്നു, ഇതിനകത്ത് നമ്മൾ ഇതിനെ ശ്രീ ശബരിമല കൊള്ളയുമായി ഇതിനെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകരുതിനെ ഒരുപോലെ കാണരുത്, അത് വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തതാണ്, ഇതൊരു ട്രസ്റ്റ് നടത്തിയാണ്. ഇത് ട്രസ്റ്റ് നടത്തിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന് ഇതിനകത്ത് വലിയ ബാധ്യതയാണ്. മതലബ് ഈ രാജ്യത്തെ കോടിക്കണക്കിനായിട്ടുള്ള അയ്യപ്പ ഭക്തന്മാർ നൽകിയിട്ടുള്ള സംഭാവനയാണ് കൊണ്ടുപോയിരിക്കുന്നത്. അതുമാത്രമല്ല സിത, ഇതിനകത്ത് മറ്റ് ചില കാര്യങ്ങൾ കൂടി. ഇപ്പം നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി സുർജേവാല കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടുള്ള 3 പ്രധാനപ്പെട്ട അലിഗേഷൻസ് ഉണ്ട്. ആ 3 പ്രധാനപ്പെട്ട അലിഗേഷൻ എന്ന് പറയുന്നത് ഈ രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ സ്ഥലം വാങ്ങിയതുമായിട്ടുള്ള ബന്ധപ്പെട്ട അഴിമതിയാണ്. ഒന്ന്, 2 കോടി രൂപ വിലയുള്ള ഒരു പ്ലോട്ട് ഈ ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ വാങ്ങിച്ചിരിക്കുന്നത് 18 കോടിയാണ്. അതിൻ്റെ സെയിൽ ഡീഡ് അദ്ദേഹം പുറത്തു വിട്ടിട്ടുണ്ട്. രണ്ടാമത് 2.9 കോടി രൂപ വിലയുള്ള വസ്തു 24 കോടി രൂപയ്ക്ക് അവരത് വാങ്ങിച്ചിരിക്കുന്നു. മൂന്നാമത്തേത് 9 കോടി രൂപ വിലയുള്ള ഒരു വസ്തുവിനെ 55 കോടി രൂപയ്ക്ക് ഈ ചമ്പത് റായ് എന്ന് പറയുന്നത് ഇതിൻ്റെ ജനറൽ സെക്രട്ടറി വാങ്ങിച്ചിരിക്കുന്ന വിവരങ്ങളടക്കം പുറത്തു കൊണ്ടുവരുമ്പോൾ ഞാൻ ചോദിക്കുന്ന ഈ പണമൊക്കെ എവിടെ നിന്നാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത്? ഈ രാജ്യത്തെ നമുക്കറിയാവുന്നതുപോലെ രാമഭക്തന്മാർ നൽകിയിട്ടുള്ള പണം എടുത്തിട്ടാണ്. അപ്പോൾ 9 കോടി രൂപ വിലയുള്ള വസ്തുവിന് 24 രൂപ കൂടി കൊടുത്ത് വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം നഷ്ടം സ്വാഭാവികമായിട്ട് ഈ രാജ്യത്ത് രാമനെ വിശ്വസിച്ച് രാമഭക്തന്മാരായിട്ടുള്ള ആളുകൾ കൊടുത്തിരിക്കുന്ന കോടിക്കണക്കിനായിട്ടുള്ള രൂപയാണ്. ആ കോടിക്കണക്കിന് രൂപയെ ഈ സ്വകാര്യ ട്രസ്റ്റിൻ്റെ പേരിൽ എന്തും ഒരു തരത്തിലുള്ള അക്കൗണ്ടബിലിറ്റിയും ഇല്ലാതെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് 6-7 കൊല്ലങ്ങളായിട്ട് ഇവരിത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴാണ് ഇതൊരു മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് പുറത്തു വരുന്നതാണ് എനിക്ക് കിട്ടുന്ന വിവരം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളടക്കമുള്ള കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ അന്വേഷണം, ഇപ്പോഴുള്ള ഈ SITയുടെ അന്വേഷണത്തിൽ എങ്ങുമത്തിൽ ഒരു FIR പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സുപ്രീം കോടതി വളരെ കൃത്യമായി, കാരണം ഇതിന് നിയമിക്കണം എന്നുള്ള തീരുമാനമെടുത്തിരിക്കുന്നത് സുപ്രീം കോടതിയാണല്ലോ, അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ ഒരു അന്വേഷണം അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ അവരുടെ നിരീക്ഷണത്തിൽ ഒരു അന്വേഷണം ഉണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരികയുള്ളൂ. ഇതല്ലെങ്കിൽ നമുക്കറിയാവുന്നതുപോലെ ഇതെല്ലാം തേഞ്ഞു മാഞ്ഞു പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും. ഒരാൾ ഇതിനകത്ത് പിടിക്കപ്പെടുകയില്ല. ഈ പറയുന്ന കുറച്ച് ആളുകൾ ഒരു 150 പേരാണ് സംശയാലുക്കളായിട്ട് പറഞ്ഞിരിക്കുന്നത്. 150 പേരെ ഇതിനകത്ത്, ഏകദേശം 10-25 പേരെ മാത്രമേ ഒരു ചോദ്യം ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇതൊരു തുടക്കം മാത്രമാണ്, ഇത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് ഈ പുറത്തു വന്നിരിക്കുന്നത്. ശബരിമലയൊക്കെ ഇതിന്റെ മുമ്പിൽ ശബരിമലയൊന്നും ഒന്നുമല്ല എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് അതിശക്തമായി സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ തന്നെ അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു നീതി രാജ്യത്തെ രാമഭക്തന്മാർക്ക് ഉണ്ടാവുകയുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.